എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് വീട്ടിലെ എലിമിനേഷൻ പ്രഖ്യാപനം കണ്ട പ്രേക്ഷകർക്കും മത്സരാർത്ഥികൾക്കും ഒരുപോലെ ഞെട്ടലുണ്ടാക്കിയ ഒരു പേരാണ് ശരത്. എന്നാൽ ഈ എലിമിനേഷൻ കേവലം ഒരു തുടക്കം മാത്രമാണെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ ആഴ്ച പുറത്തുപോയെന്ന് നമ്മളെല്ലാം കരുതിയ ശരത് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിന്റെ സീക്രട്ട് റൂമിൽ സുരക്ഷിതനായിരിക്കുകയാണെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ശക്തമായ മത്സരവും വ്യക്തമായ നിലപാടുകളും ഉണ്ടായിട്ടും ശരത്തിന് പ്രേക്ഷകരുടെ പിന്തുണ നേടാൻ കഴിഞ്ഞില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പുറത്താകലിന് കാരണമായി പറഞ്ഞിരുന്നത്. എന്നാൽ ഹൗസിലെ പല മത്സരാർത്ഥികളും മുഖംമൂടികൾ അണിഞ്ഞ് വ്യാജമായി പെരുമാറുമ്പോൾ ശരത്തിനെ പോലുള്ള ശക്തനായ ഒരു കളിക്കാരനെ പുറത്തുപോകാൻ ബിഗ് ബോസ് അനുവദിക്കില്ലായിരുന്നു. അതിനാലാണ് ശരത്തിനെ ഒരു സീക്രട്ട് ടാസ്കിനായി ബിഗ് ബോസ് സീക്രട്ട് റൂമിലേക്ക് മാറ്റിയത്. സീക്രട്ട് റൂമിലിരുന്ന് ഹൗസിനുള്ളിലെ ഓരോ സംഭവവും ശരത് ഇപ്പോൾ നേരിട്ട് കാണുകയാണ്. താൻ പുറത്തുപോയതിനു ശേഷം മറ്റു മത്സരാർത്ഥികൾ തന്റെ പുറകിൽ പറഞ്ഞതും അവരുടെ യഥാർത്ഥ സ്വഭാവങ്ങളും ശരത് അറിയുന്നുണ്ട്. ഈ വീടിന്റെ പുറത്തു പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ശരത് കാണുന്നത്. മാത്രവുമല്ല, അനുമോൾ നടത്തുന്ന വ്യാജ നാടകങ്ങളും കള്ളക്കളികളും ശരത് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അനുമോളിനെ പോലുള്ള ആളുകളുടെ തനിനിറം ഉടൻ പുറത്തുവരുമെന്ന് ശരത് ഉറച്ചു വിശ്വസിക്കുന്നു. ഈ രഹസ്യ നിരീക്ഷണത്തിനു ശേഷം ശരത് ഹൗസിനുള്ളിലേക്ക് തിരികെ വരുമ്പോൾ അത് ഒരു വലിയ കൊടുങ്കാറ്റായി മാറിയേക്കാം. അതുവരെ ഈ സത്യങ്ങളൊന്നും അറിയാതെ സന്തോഷിക്കുന്ന വ്യാജ മത്സരാർത്ഥികൾക്ക് ഇനി വരാനിരിക്കുന്നത് വലിയൊരു അഗ്നിപരീക്ഷയാണ്. ഈ അപ്രതീക്ഷിത നീക്കം ബിഗ് ബോസ് സീസൺ 7ന്റെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരിക്കും. കാരണം ഇനി മുതൽ കളിയുടെ നിയമങ്ങൾ ശരത്തും കൂടിയാണ് തീരുമാനിക്കാൻ പോകുന്നത്. ഇനി മുതൽ കളിയുടെ ദിശ മാറ്റാൻ പോകുന്നത് ശരത്താണ്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വഴിത്തിരിവിന് സാക്ഷ്യം വഹിക്കാൻ പ്രേക്ഷകർക്ക് സാധിക്കും. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്ന വലിയ സ്ഫോടനങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.